സമയം ഏകദേശം ഒരു 3 മണി 3:30 ആയപ്പോൾ ഞങ്ങളിത് പളനി എത്തി. എന്നാൽ പിന്നെ ചായ കുടിച്ചിട്ട് പോകാൻ വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് പിന്നെ നമ്മൾ നേരെ കയറാൻ വേണ്ടി പോണത് കൊടൈക്കനാൽ ചുരമാണ്. ഒരു ഒന്നൊന്നര ചുരമാണ്. സത്യം പറഞ്ഞാൽ ഞാൻ ഈ മുന്നിൽ കയറുന്നത് ബൈസണൊക്കെ കാണുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പക്ഷേ ഞാൻ കണ്ടെങ്കിൽ പോലും വീഡിയോ എടുക്കാൻ മറന്നുപോയി. അവരെ കണ്ട ഒരു എക്സൈറ്റ്മെന്റിൽ. ഇത് നമ്മുടെ കാസ്കേഡ് വാട്ടർഫോൾസ് ആട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഞങ്ങൾ ഇത് ഏകദേശം നേരെ വെളുക്കാനായപ്പോഴേക്കും കൊടൈക്കനാലെത്തി. എന്ത് ഭംഗിയാ നോക്കിയ വ്യൂ കാണാൻ. നമുക്ക് ഫ്രഷ് അപ്പും ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് മഹാരാജാസിലായിരുന്നു കേട്ടോ. ഞാൻ അവിടുന്ന് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോണത് സൈഡ് സീനിങ്ങിനാണ്. ഇപ്പം നമ്മുടെ ബസ്സും കൊണ്ട് എല്ലായിടത്തേക്കും പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടുത്തെ ബസ്സിനെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം എല്ലായിടത്തും ബ്ലോക്ക് ആവുന്നുള്ള കാരണം കൊണ്ടാണ് ആദ്യം ഞങ്ങൾ പോയത് ഈ ഒരു ലൊക്കേഷനിലാട്ടോ. സത്യം പറഞ്ഞാൽ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. അപ്പം എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ പില്ലർ റോക്ക് കാണാനായിരുന്നു. ഇവിടുത്തെ വ്യൂ ആണെങ്കിലോ അപാര വ്യൂ ആയിരുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഗുണാക്കേവ് കാണാനായിരുന്നു. തനുക്കുട്ടി ഞാനും പിന്നെ മുന്നേ കണ്ടതുകൊണ്ട് തന്നെ ഇവക്ക് ഇവിടെത്തിയപ്പോൾ ഭയങ്കര വിശപ്പ്. അങ്ങനെ ഒരു ബ്രെഡ് ഓംലേറ്റ് വാങ്ങിയിട്ട് ഞാനും തനുക്കുട്ടിയും ഇത് കഴിച്ചുകൊണ്ട് ഇവിടെ വന്നിട്ടോ. എല്ലാവരും പോയിട്ട് കണ്ടു കഴിഞ്ഞ് വന്നു. ഞങ്ങൾ അവസാനം അതൊന്നും കണ്ടില്ല. അതിനിടയ്ക്ക് നമ്മുടെ ഒരു കസിൻ ബ്രദറിന്റെ ബർത്ത്ഡേ ആയിരുന്നു. ഞങ്ങൾ അതിനിടയ്ക്ക് അതൊന്ന് ആഘോഷിച്ചു കേട്ടോ. അങ്ങനെ സൈഡ് സീനിങ് എല്ലാം കണ്ടു കഴിഞ്ഞു. മഹാരാജാസിന് ഞങ്ങൾ ഫുഡും കഴിച്ചു കേട്ടോ. ഇനി ഞങ്ങൾ നേരെ പോണത് മൂന്നാറിലേക്കാണ്. ഞങ്ങൾ ഏകദേശം ഈവനിങ് ആയിട്ട് ഇവിടുന്ന് പോകാനായപ്പോഴേക്കും നല്ല പോലെ കോട കയറി തുടങ്ങിയിരുന്നു. അതിന്റെ ഇടയ്ക്ക് എൻ്റെ തനക്കുട്ടീൻ്റെ അങ്ങുവാനക്കോണിൽ പാട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ഏതേ ഡാൻസിലേക്ക് പോയി. അങ്ങനെ അമ്മമാരും എല്ലാവരും ഞങ്ങളുടെ കൂടെ കൂടിയിട്ടോ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട്. ട്രിപ്പൊക്കെ പോകാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. പക്ഷെ വണ്ടി കയറി കഴിഞ്ഞതാണ് അവസ്ഥ. ഇതേപോലത്തെ ആരെങ്കിലും നിങ്ങൾക്ക് അറിയുന്നുണ്ടെങ്കിൽ ഒന്നും താഴെ കമന്റ് ചെയ്യണേ. മൂന്നാർ എത്തി സ്റ്റേ ചെയ്ത് പിറ്റേ ദിവസത്തെ വീഡിയോ ആയിട്ടത്. അങ്ങനെ ഞങ്ങളിത് ഫസ്റ്റ് പോയത് നമ്മുടെ റോസ് ഗാർഡനിലായിരുന്നു. റോസ് ഗാർഡനിലെ വീഡിയോ മാത്രമേ ഞാൻ എടുത്തുള്ളൂ. ബാക്കി അങ്ങോട്ട് പോയപ്പോഴൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു കേട്ടോ. ഫുള്ള് തിരക്കിലായിരുന്നു ഞാൻ. റോസ് ഗാർഡനിലെ ഫ്ലവേഴ്സ് കാണാൻ ശരിക്കും പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ മൂന്നാറിലെ കാഴ്ചകളെല്ലാം കണ്ടു കഴിഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരെ പോകണം ഞങ്ങളുടെ നാട്ടിലേക്ക് കേട്ടോ. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇത്രയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ.